ഇനി നമുക്ക് വളരെ പ്രത്യേകതയുള്ളൊരു കലോത്സവം കൂടിയാണിത്. കാരണം ഗോത്രകലകളുടെ ഭംഗി കൂട്ടാൻ ഇത്തവണ ഒരുപാട് ഇനങ്ങൾ വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മലപുലയാട്ടം, പണിയ നൃത്തം, ഇരുള നൃത്തം. ഇതെല്ലാം വേദി കീഴടക്കാൻ മംഗലംകളിയും വരുന്നുണ്ട്. അങ്ങനെ 5 നൃത്തരൂപങ്ങളാണ് ശരിക്കും ഇത്തവണ പുതുതായി. ഇതെല്ലാം കൂടി വേദി കീഴടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പഴമയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത്, പഴമ മാത്രമല്ല നമ്മുടെ സംസ്കാരം, അതിനെ നമുക്ക് വേദികളിൽ അവതരിപ്പിച്ച് ആൾക്കാരിലേക്ക്, പൊതുജനത്തിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ശരി, എന്തായാലും ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ എത്താം. കലോത്സവത്തിന്റെ വേദികൾ ഉയരുകയാണ്. ഇനി തലസ്ഥാനത്തും അനന്തപുരിയിലും ഇത്തരത്തിൽ ചുവടുകൾ വെക്കാൻ നർത്തകിമാരും കഥാപ്രസംഗം നടത്താനുള്ള കാഥികരും ഓടിയെത്തും. കാണാം കലോത്സവ കാഴ്ചയിലേക്ക്. അനന്തപുരിയുടെ കലോത്സവ വേദികൾക്ക് ഇനി ഇതൊരു ചരിത്രമാണ്. ഗോത്രകലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ കലോത്സവ വേദി എന്ന പേരിൽ തലസ്ഥാനം ഓർക്കപ്പെടും. അതെ, മലപുലയാട്ടം, പണിയനൃത്തം, ഇരുള നൃത്തം ഉൾപ്പെടെ വേദിയെ ഉണർത്താൻ ഗോത്രകലകൾ ഒട്ടനവധിയാണ്. இப்போ நம்ம ஆடுக போக ஆட்டாது இருள ஆட்டம். ಈ ಹೋರಾಟ ಹೆಂಗೆಲ್ಲ ಎಪ್ಪೆಲ್ಲ ಆಡಗಾದಂದ ಸಾವುಗಳಿಗೆ, ಸೀರೆಗಳಿಗೆ, ಕಾಡು ಬಳೆಯಡುಪ್ಪುಗಳಿಗೆ ಎಲ್ಲದೇ ಎಂತಿ ಹೋರಾಟ ಆಡಗಾದು. ಈ ಹೋರಾಟത്തിൽ ഉപയോഗിക്ക വാദ്യകാലത്ത് പേരതെ പരേ, ദവിൽ, ജാൽറ, കൊഗൽ. അട്ടപ്പാടിയിലും തമിഴ്നാട്ടിലുമുള്ള ഇരുള ഗോത്ര ജനതയുടെ പരമ്പരാഗത കലാരൂപമായ ഇരുള നൃത്തം സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായതോടെ ജനകീയ കലയായി മാറുകയാണ്. ഇരുള ഗോത്രവർഗക്കാരുടെ ജീവിതത്തോട് ഏറെ ഇഴയടുപ്പമുള്ളതാണ് ആട്ടവും പാട്ടും. പട്ടം ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവസാനഘട്ട പരിശീലനത്തിലാണ്. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമാണ് പണിയ നൃത്തം. വൃത്താകൃതിയിൽ ചുവടുവെച്ച് അവരെത്തുകയാണ് കലോത്സവ വേദിയിലേക്ക്. മലപുലയാട്ടത്തോളം ചാരുതയാർന്ന നൃത്തരൂപം വനവാസി സമൂഹത്തിൽ ഇല്ല. വായ്പാട്ടിന്റെ പിന്തുണയില്ലാതെ വനവാസികളുടെ സ്വന്തം മലപുലയാട്ടവും അരങ്ങുണർത്തും. ഒരു ദൈവമുണ്ട്, മീനാക്ഷി അമ്മയെന്നാണ് പേര്. ആ അമ്മേനെ പ്രീതിപ്പെടുത്താനായിട്ട് അവർ കാട്ടിൽ നിന്ന് മരിച്ചിനി, തേൻ ഇതൊക്കെ ശേഖരിച്ച് വെച്ച് ഈ മീനാക്ഷി അമ്മയെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഇത്രയും നല്ല വൃത്തിയെ പഠിപ്പിച്ച് ഇത്രയും ദൂരത്തു നിന്ന് ഇത്ര കഷ്ടപ്പെട്ടൊന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ സ്റ്റേറ്റ് വരെ നിൽക്കുന്നത്. ഇനി സ്റ്റേറ്റിലും നമുക്ക് ഇതേ വിജയം എ ഗ്രേഡോട് തന്നെ നമുക്ക് ജയിക്കണമെന്നും താല്പര്യമുണ്ട്. അതിനൊത്ത് ഇവിടെ എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ ഇത്തവണ മത്സര ഇനങ്ങളായി ഗോത്രകലകൾ വരുന്നതോടെ വനവാസി സമൂഹവും പ്രതീക്ഷയിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ കലാരൂപങ്ങളെല്ലാം തന്നെ 5 കലാരൂപങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് പണി നൃത്തം. ആ പണി നൃത്തം വളരെ നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചു പ്രാക്ടീസ് ചെയ്തു വേദിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ പരമ്പരമായിട്ടുള്ള സ്റ്റെപ്പ്, അതുപോലെ തന്നെ പാട്ടുകൾ, കൊട്ടുകൾ എത്രത്തോളം കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ 2-3 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾ ഇതെല്ലാം ക്യാച്ച് ചെയ്ത് പഠിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വനവാസി സമൂഹങ്ങളുടെ കലാരൂപങ്ങൾ അങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എത്തുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൂടെ. അരങ്ങുണരുന്നതോടൊപ്പം തന്നെ ഈ കലകൾക്ക് കിട്ടുന്ന അംഗീകാരം കൂടിയായി മാറുകയാണ് 63ാമത് സംസ്ഥാന കലോത്സവ വേദി. ക്യാമറമാൻ അനുജാനാപുരിനൊപ്പം ശാലിനി, ജനം, തിരുവനന്തപുരം. അതിൻ്റെ ഒരു പശ്ചാത്തല സംഗീതം, അതിൻ്റെ താളമൊക്കെ കണ്ടപ്പോൾ ശരിക്കും ആ ഈ മത്സരങ്ങൾ പോയി കാണണമെന്ന് തോന്നി.